സമ്മേളനങ്ങളിലോ പരിപാടികളിലോ പങ്കെടുക്കുന്നതിന് മുന്നേ അതിനുശേഷമാണ് കമ്മിറ്റിയിലേക്ക് വരാൻ തുടങ്ങിയത്. 2012 സംഘടനയുടെ നോർത്ത് ഏഷ്യ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷമാണ് സംസ്ഥാന കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്നത്. 2020 സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടാണ് റിട്ടയർ ചെയ്യുന്നത്. ഈ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എത്തിക്കും. അങ്ങനെ എന്ത് പറയാൻ ഈ വലിയ എന്ന് പറയുന്നത് ഒരു അഭിനന്ദനാണ്. ഞങ്ങൾക്ക് ഓണറിംഗ് മെമ്പർമാരായിട്ട് പലരെയും മുൻസൈലും ഇതിൽ പങ്കെടുപ്പിച്ചതിലും മാധ്യമം എന്ന് പറയും. രണ്ടാമതൊരു നിർദ്ദേശം എന്നുള്ള നമുക്ക് നമ്മുടെ KGIയുടെ പ്രവർത്തകരൊക്കെ ഇപ്പോഴുള്ള പുതിയ പ്രവർത്തകർ 9 കൊല്ലത്തിന് ശേഷം വന്നതാണ്. അപ്പൊ എന്താണ് സിവിൽ സർവീസ് എന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല എന്നുള്ള ഒരു അഭിപ്രായം. കാരണം വ്യക്തമായ അനുഭവങ്ങള് അനുഭവങ്ങള് ഇല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത പണിഷ്മെന്റ് അങ്ങനെയുള്ളതൊന്നും കാണാൻ ഇടവരാത്തവരെങ്കിലും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കതുപോലെ നേതൃത്വത്തോടെ ഒരു അഭ്യർത്ഥനയുള്ളത്, ഒരു 4-5 ഡിപ്പാർട്ട്മെന്റില് നമ്മുടെ സംഘടനാ പ്രവർത്തനം വളരെ മോശം എന്ന് പറഞ്ഞാൽ സംഘടനയിലേക്ക് ആളെ കിട്ടുന്നില്ല. പ്രത്യേകിച്ച് വെറ്റിനറി, അഗ്രികൾച്ചർ, സിവിൽ സപ്ലൈസ് ഇങ്ങനെയുള്ള കുറച്ച് ഡിപ്പാർട്ട്മെന്റിൽ വളരെ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കടന്നു വന്ന് അക്രമമാണെങ്കിൽ അക്രമത്തിന് വരെ നേതൃത്വം കൊടുത്തുകൊണ്ട് മെമ്പർഷിപ്പിലേക്ക് ആളെ സംഘടിപ്പിക്കാൻ നേതൃത്വം തയ്യാറാവണം എന്ന് കൂടി നിർദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾക്ക് അഭിവാദമാണ്. ഈ വജ്രജൂബിലി സമ്മേളനത്തിന് എല്ലാവിധ അഭിവാദ്യവും നേരുന്നു. ഞാൻ 1981 സർവീസിൽ പ്രവേശിച്ചത്. 26 വർഷം NGO യൂണിയൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് 7 വർഷം KGO ആയിരുന്നു. KGO ആയിട്ട് ആദ്യം കോഴിക്കോട് ജില്ലയിലായിരുന്നു പ്രവർത്തിച്ചത്. എനിക്ക് തോന്നുന്നു NGO യൂണിയൻ ആകുമ്പോൾ ഈ തോട് വെട്ടാനും പിന്നെ ആസ്പത്രി വൃത്തിയാക്കാനും ഒക്കെ പോകുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ KGO ആയിട്ട് അതിൽ നിന്ന് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. എന്തായാലും പിന്നെ കോഴിക്കോട് 1.5 വർഷം ജോലി ചെയ്തിട്ട് പിന്നെ അധിക വർഷം ഞാൻ കണ്ണൂരായിരുന്നു. അവിടെ കോഴിക്കോട് ഉണ്ടാകുമ്പോൾ ഞാൻ സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് രാവിലെ വന്നിട്ട് വൈകുന്നേരം വീട്ടിൽ പോവാതെ ഞാൻ അവിടെ താമസിക്കുകയായിരുന്നു. യോഗങ്ങൾ 7 വർഷം വൈസ് പ്രസിഡന്റ് ആയിരുന്നു ജില്ലയുടെ കണ്ണൂരും കോഴിക്കോട്. അപ്പം യോഗം കഴിഞ്ഞിട്ട് നമ്മുടെ KGO സഖാക്കള് എന്നെ അവിടെ ഹോസ്റ്റലിൽ എത്തിക്കും സുരക്ഷിതമായിട്ട്. കാരണം അവര് നമ്മളോട് സഹോദരിമാരോട് കാണിക്കുന്ന ആ കൂറാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, സർവീസിൽ 32 ദിവസം പണിമുടക്കുന്ന സമയത്ത് എന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. യാതൊരു കാരണമില്ലാതെ വഴിയിൽ വെച്ചിട്ട് പിടിച്ചു കൊണ്ടുപോയാണ്. അതുപോലെ തന്നെ എസ്മ ഉണ്ടായിരുന്നില്ല, കാരണം എംപ്ലോയ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് എസ്മ ഉണ്ടായിരുന്നില്ല. ഇപ്പം നമുക്ക് ഹോണററി മെമ്പർഷിപ്പ് തന്നിരിക്കുകയാണ്. കാരണം അതുകൊണ്ട് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്, നമ്മള് പ്രായമായിട്ടാകുമ്പോൾ ടെൻഷനായിട്ടാകുമ്പോൾ നമ്മളെ മക്കള് നമ്മളെ നോക്കുന്ന പോലെ നമ്മുടെ KGOയെ കൂടി നമ്മളെ കൂട്ടുപിടിച്ച് സുരക്ഷിതമായിട്ട്, അത് എനിക്ക് തോന്നാൻ കാരണം എല്ലാ പരിപാടികളിലും അവര് നമ്മളെ വിളിക്കുകയാണ്. എന്തായാലും ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് സംസ്ഥാന കമ്മിറ്റി അംഗമായ ഡോക്ടർ വത്സലയാണ്. ഹോമിയോ ഡിപ്പാർട്ട്മെന്റിൽ റിട്ടയർ ചെയ്തു. 98 തൊട്ടിട്ട് 2021 വരെ ഞാൻ 98 സർവീസിൽ കയറി. പക്ഷെ ആർക്കും ഹോമിയോ ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളവർക്ക് അറിയാതെ, ആയുർവേദ ഡിപ്പാർട്ട്മെന്റിൽ അറിയാത്ത ഒരു കാര്യം,
നമ്മൾ 98 സർവീസ് കയറുമ്പോൾ നമ്മൾ ഗസ്റ്റ് ഓഫീസർ അല്ലായിരുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ 2000-ലാണ് ഗസ്റ്റ് ഓഫീസർ ആയത്. ഒരു പ്രൊഫഷണൽ രംഗത്തുള്ളവര് വളരെ പ്രത്യേകിച്ച് ലേഡീസ് വളരെയധികം പുറകോട്ട് നിന്ന ഒരു കാലഘട്ടമായിരുന്നു KGO. എന്നെ ഇതിലേക്ക് കല്ലിട്ട അല്ലെങ്കിൽ പിടിച്ചു കയറ്റിയ കുറച്ച് മുൻകാല പ്രവർത്തകരിവിടെ ഉണ്ട്. ഹരിദാസ് സാറ്, അതുപോലെ തന്നെ സുരേഷ് സാറ് പോയി, ഇന്നി ചേച്ചി, ഇവരൊക്കെ തന്നെ. ഇവരുടെയൊക്കെ മുന്നിൽ അഭിമാനപൂർവ്വം എനിക്കിവിടെ നിൽക്കാൻ പറ്റിയതിലാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. അതുപോലെ ഈ ഒരു വധുജൂബിലി ആഘോഷവേളയിൽ ഞങ്ങളെ എല്ലാവരെയും ക്ഷണിച്ചതിലും ഒരുമിച്ച് കൂട്ടി ഇണക്കിയതിലും വളരെ സന്തോഷം. എനിക്ക് പറയാനുള്ള ഒരു സങ്കടം, ഇവിടെ എല്ലാ പഴയ എല്ലാ നേതാക്കന്മാരെയും വളരെയും കാണുന്നുണ്ട്. പക്ഷെ വനിതാ നേതാക്കന്മാര് വളരെ കുറവേ ഇവിടെ കാണുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എത്രത്തോളം നമ്മൾ കേരളം മുന്നോട്ട് പോയി എന്ന് പറഞ്ഞാൽ വനിതകളുടെ സാന്നിധ്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം. ഒന്നുകൂടി എല്ലാവർക്കും അഭിനന്ദനവും അതുപോലെ തന്നെ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. സഹകളെ, ഞാൻ 2023 റിട്ടയർ ചെയ്തു. KGOയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റായിട്ടാണ് റിട്ടയർ ചെയ്തത്. കണ്ണൂരിൽ നിന്നാണ് റിട്ടയർ ചെയ്തത്. 2007 KGOയുടെ സജീവ പ്രവർത്തകനായത് കാസർഗോഡ് നിന്നാണ്. കണ്ണൂർ ജില്ലയിൽ നിന്ന് പ്രവർത്തനം ആരംഭിച്ചിരുന്നു. 2005-ലാണ് പ്രവർത്തനം തുടങ്ങി. ഞാൻ നേരത്തെ അനിൽ ചെലപ്പ സൂചിപ്പിച്ചതുപോലെ നമ്മള് ഫാസിസ്റ്റ് ആണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാസിസ്റ്റിലേക്ക് പോകാതെ നമ്മളെ നിർത്താൻ, നമ്മൾ റിട്ടയർ ചെയ്യുമ്പോഴും നമ്മളെ ഈ ഫാസിസ്റ്റ് അല്ലാതെ ആകാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നത് ഇതുപോലുള്ള സംഗമങ്ങളാണ്. അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മൾ ഈ റിട്ടയർ ചെയ്ത ആളുകളിലെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് കണ്ട ഒരു ഫോട്ടോ, അതിൽ കുറെ DGPമാര് സ്വയം സേവക സംഘടനകളായിട്ട് മാറുകയാണ്. നമ്മുടെ അലക്സാണ്ടർ ജേക്കബ്, പിന്നെ അങ്ങനെ ഒട്ടനവധി ആളുകള് ഈ സ്വയം സേവകരായിട്ട് മാറുകയാണ്. കാരണം അവരുടെ ഈ പിന്നെ കമാൻഡും ഒബിയും ആ ഉത്തരവല്ലാതെ മറ്റൊരു സാഹചര്യം അവരിൽ ഉണ്ടായിട്ടില്ല. അതേസമയത്ത് നമ്മൾ സഖാക്കളായി പഠിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് നമ്മൾ താഴെ ഏറ്റവും ഗ്രാസ് റൂട്ടിൽ പ്രവർത്തിക്കാൻ കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മടിയില്ല. അപ്പൊ അവർക്ക് എപ്പോഴും സാറെന്ന ഇതിലേക്ക് അവർക്ക് നിൽക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട മേഖല എന്ന് പറയുന്നത് RSS ആവുക എന്നുള്ളതാണ്. അപ്പൊ ഈ അടുത്ത കണ്ട ഒരു 10-20 DGPമാരും അതുപോലെ SP മുതൽ മുകളിലോട്ടുള്ളവര് അവരുടെ പ്രവർത്തന മേഖല സ്വീകരിച്ചിരിക്കുന്നത് ആ രീതിയിലാണ്. അപ്പൊ നമ്മുടെ ഇപ്പൊ പിന്നെ നമ്മുടെ സംഗമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമ്മളെ ചേർത്ത് പിടിപ്പിക്കാൻ ഈ KGOയ്ക്ക് കഴിയുന്നത് ഈ നമ്മളിലുള്ള ഈ ഫാസിസ്റ്റ് വിരുദ്ധ മനോഭാവം കൊണ്ട് തന്നെയാണ്. തീർച്ചയായും അത് നിലനിർത്താൻ നമ്മുടെ പുതിയ തലമുറക്ക് അനിവാര്യമായിട്ടുള്ളത്, നേരത്തെ പറഞ്ഞ പോലെ ഞാൻ റിട്ടയർ ചെയ്ത് നമ്മുടെ നാട്ടിലേക്ക് പോകുമ്പോൾ ഇവിടെ NSSന്റെ തിരുവാതിര, MSSന്റെ തിരുവാതിര ഇങ്ങനെ പോകുമ്പോൾ അതിനിടയിൽ കൂടി നമുക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് KGOയിലൂടെ നേടിയിട്ടുള്ള കരുത്താണ്. അപ്പൊ ആ കരുത്ത് തുടർന്ന് നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കാൻ പുതിയ തലമുറക്കും കൂടി കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലേക്ക് ഇനിയും KGOയെ വളരാൻ കഴിയട്ടെ എന്ന് പ്രശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ നാം നടത്തിയിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലും ഇതുപോലെ വനിതകൾക്ക് നടത്തിയിട്ടുള്ള പിന്നെ വനിതാ ഘടക പദ്ധതിയൊക്കെ പ്രത്യേക പദ്ധതികൾ പഠിച്ചിട്ടുള്ളത് അതൊക്കെ നമ്മുടെ ചരിത്രരേഖകളിൽ ഉൾപ്പെടുത്തണം ഒരു നിർദ്ദേശം. അതുപോലെ വനിതാ കമ്മിറ്റിയായിട്ട് മാറിയ കാര്യം അത്ര കാര്യങ്ങൾ ചരിത്രരേഖയിൽ ഉൾപ്പെടുത്തണം എന്നുള്ള നിർദ്ദേശം കൂടി ഞാൻ വെക്കുകയാണ്. പുതിയ തലമുറയിൽ നിന്നുള്ള പ്രതികരണമാണ്. ആദ്യം ഡോക്ടർ K. സംഘടനയെ കുറിച്ച് വയനാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ജോയിൻ ചെയ്ത സിനിമയാണ്. ഇക്കാലത്ത് അന്ന് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിരുന്ന പ്രവർത്തകരായ സതീഷ് സാർക്ക് ഉണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു. അവര് ഈ സംഘടനാ മെമ്പർഷിപ്പിന് വേണ്ടിയിട്ടും ഫണ്ടിന് വേണ്ടി വരുമ്പോ പലപ്പോഴും കൂടെ ഉണ്ടായിരുന്നവർ ഈ ഫണ്ട് കൊടുക്കുന്നതിൽ നിന്ന് വളരെ വിമുഖത കാണിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. പക്ഷെ
സാർ പല സമയങ്ങളിലും ഇവരുടെ ഈ പ്രവർത്തകരുടെ ഇടപെടൽ പലപ്പോഴും സംഘടനയുടെ പരിപാടികൾ എന്ന് പറയുന്നത് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ആ ഒരു ജില്ലാ മാർച്ച് ധർണ, അതുപോലെ പല നമ്മുടെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ധർണയോ അങ്ങനെ എന്തെങ്കിലും ഉള്ള പരിപാടികൾക്ക് മാത്രമേ കോളേജിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് പ്രവർത്തകർ തമ്മിലുള്ള നെറ്റ്വർക്കിങ്ങും റാപ്പോർട്സും കൂടി എനിക്ക് മനസ്സിലായി. അതുപോലെ പിന്നീട് ഞാൻ 2008 മുതൽ ഏകദേശം 2016-17 വരെ ഞാൻ അഡ്മയർ ചെയ്തിട്ടുള്ള ഈ സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് വയനാട് എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രവർത്തകർ കാഴ്ചവെച്ച പ്രവർത്തനം തന്നെയാണ്. അതായത് ആ ഒരു സ്ഥാപനം വളർത്തിയെടുക്കാൻ സംഘടന അത്ര കണ്ട് ഇടപെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത്. കാരണം ആ ഒരു സ്ഥാപനത്തിന്റെ എല്ലാ വളർച്ചയും കഴിഞ്ഞ 25 വർഷമായിട്ട് ഉള്ള ഓരോ വളർച്ചയ്ക്കും സംഘടന അത്രയും ശക്തമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. ആ ഒരു ഇതാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ 2018 കോഴിക്കോട് ജില്ലയിൽ വന്നപ്പോ സംഘടനയായിട്ട് അറ്റാച്ച് ചെയ്ത് വർക്ക് ചെയ്യണം എന്നുള്ളൊരു കാഴ്ചപ്പാട് ഉണ്ടാക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായത്. പക്ഷെ പഴയ കാലത്ത് നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് വാട്സാപ്പ്, സോഷ്യൽ മീഡിയ എല്ലാം കുറച്ചുകൂടി സജീവമായതുകൊണ്ട് എനിക്ക് തോന്നുന്നത് താഴെത്തട്ടിലുള്ള ജീവനക്കാരിലേക്ക് വരെ പല മെസ്സേജുകൾ കറക്റ്റായിട്ട് എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ യൂണിറ്റ് കമ്മിറ്റികൾ ശാക്തീകരിക്കപ്പെട്ടെങ്കിൽ കൂടുതൽ പേർ സംഘടനയോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. പിന്നെ സാംസ്കാരിക പരിപാടികൾ, കലാമേളകൾ, കായിക മേളകൾ, ശരിക്കും പറഞ്ഞാല് ജീവനക്കാരുടെ ഇടയിൽ നല്ലൊരു റാപ്പോയോ നല്ലൊരു നെറ്റ്വർക്കിങ്ങോ ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പല ജീവനക്കാരും ഈ ഒരു സാഹചര്യത്തിൽ പല കലാമേളകൾക്ക് വേണ്ടി പങ്കെടുക്കുമ്പോൾ തന്നെ എല്ലാവരും തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടാവുന്നുണ്ട്. അതുപോലെ ജീവനക്കാരുടെ സർവീസ് മേഖലയിലെ പ്രശ്ന പരിഹാരങ്ങൾക്ക് ഇടപെടുന്നതിനോടൊപ്പം ഓരോ മേഖലയിലെ വികസനത്തിനും സർക്കാർ തലത്തിൽ ശക്തമായി സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ ഔട്ട്കംസ് ആണ് നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ വികസനവും. ശരിക്കും കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മളെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള വികസനം. കാരണം ഇതിന്റെ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ഇന്റർനാഷണൽ കോൺഫറൻസിന് വേണ്ടി പുറത്ത് ഒരു ദുബായിൽ പോകേണ്ടി വന്നു. അവിടെ വെച്ചിട്ട് ഞാൻ പല രാജ്യങ്ങളിലെയും കുറച്ച് പ്രൊഫസേഴ്സിന് പരിചയപ്പെട്ടു. അപ്പൊ ഞാൻ കേരളയിലാണെന്ന് പറഞ്ഞപ്പോ അതിന്റെ ജനറൽ ചെയർ US ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു. പുള്ളി അവിടെ ഇരിക്കുന്ന കുറച്ച് അധ്യാപകരോട് ഇറാൻ ഇറ്റലി, പാരീസ് എന്നൊക്കെയുള്ള പ്രൊഫസേഴ്സ് ഉണ്ടായിരുന്നു. അവരോട് പറയാം, കേരള യു ഷുഡ് ബി ടു കേരള അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ യുവർ ലൈഫ്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കേരളയിലുള്ള ഡ്രാസ്റ്റിക് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിയലി അഡ്മയറബിൾ. അവർ ആ പ്രൊഫസേഴ്സിനോട് പറയാം, 2 things you have to note about Kerala. One is there is no poor people in, not a single person who is poor. രണ്ടാമത്തത് ഈച്ച് ഇൻഡിവിജ്വൽ ഇസ് വെൽ എഡ്യൂക്കേറ്റഡ്. ശരിക്കും പറഞ്ഞാല് വളരെ അഭിമാനം തോന്നിയ ഒരു നിമിഷമായിരുന്നു അത്. ആ സാറ് പറഞ്ഞ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷം ഈച്ച് സെക്ടർ എഡ്യൂക്കേഷൻ ഓരോ സെക്ടർ എടുത്തു നോക്കിയാലും ശരിക്കും പറഞ്ഞാൽ റിയലി അമേസിംഗ് അബൌട്ട് ദ ഡെവലപ്മെന്റ്. വാട്ട് ഇസ് ഹാപ്പനിങ് എന്നാ ചോദിച്ചിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് സർക്കാർ നടത്തിയ ഈ വികസന പ്രവർത്തനം ശരിക്കും സംഘടനയുടെ കൂടെ ഒരു അഭിമാനമായി കരുതാം. കാരണം സംഘടന അത്ര തലം കണ്ട് പല കാര്യങ്ങളിലും ഇടപെട്ടതുകൊണ്ടാണ് നമ്മുടെ സിവിൽ സർവീസ് ശാക്തീകരിക്കുന്നതോടുകൂടിയാണ് ഈ തരത്തിലൊരു ഡെവലപ്മെന്റ്. ശരിക്കും ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു ചെറിയ സംസ്ഥാനമാണ് കേരളം എന്ന് എനിക്ക് എപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ഇനിയുമുള്ള ഭാവിയിലുള്ള പ്രവർത്തനങ്ങളോട് സംഘടന ആ രീതിയിൽ ഇടപെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് സാമൂഹികമായ ഇടപെടലുകൾ കൂടിയിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ വനിതാ കോഴിക്കോട് ജില്ലയിലും അതുപോലെ സംസ്ഥാനത്തും നമ്മൾ നടത്തുന്നത് ഡിജിറ്റൽ വാൾ എന്നുള്ള പരിപാടി, അതായത് ഡിജിറ്റൽ ലിറ്ററസി സാധാരണക്കാരിലേക്ക് എത്തില്ല. അതുപോലെ സൈബർ സെക്യൂരിറ്റി അവയർനെസ് ഡിജി പെരുമണ്ണ എന്ന പേരിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ അഭിനന്ദനം അർഹിക്കുന്ന പ്രവർത്തനങ്ങളാണ്. അതുപോലെ ഏറ്റവും അവസാനം സംഘടന ഏറ്റെടുത്ത് നടത്തിയൊരു സേഫ്റ്റി വാക്ക് ഉണ്ടായിരുന്നു. അതെന്നുള്ള ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. കോഴിക്കോട് ജില്ലയിൽ സേഫ്റ്റി വാക്ക് നടത്തുന്നത് ഗവൺമെന്റ് ബീച്ച് ഹോസ്പിറ്റലിലായിരുന്നു. ഗവൺമെന്റ് ബീച്ച് ഹോസ്പിറ്റലിലെ സേഫ്റ്റി വാക്കിനോട് അനുബന്ധമായി അവിടെ നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്ന ജീവനക്കാരെ അഭിമുഖീകരിക്കുന്ന മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ പരിസരത്ത് ഫുൾ ഇരുട്ടായിരുന്നു, ലൈറ്റ്സ് ഇല്ല.
അപ്പൊ പല വേറെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതിലേക്ക് നിയമങ്ങൾ സംഘടന കൊടുക്കുന്നതിനോടൊപ്പം ഈ ഒരു പ്രശ്നം കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജ് സ്പെഷ്യലായിട്ട് ഏറ്റെടുത്ത് ICT എന്ന അന്താരാഷ്ട്ര സംഘടനയ്ക്ക് ഒരു സോളാർ ലൈറ്റിംഗ് സിസ്റ്റം സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊപ്പോസൽ സബ്മിറ്റ് ചെയ്യും. ഏകദേശം 2.5 ലാക്സ് സാങ്ഷൻ ആവുകയും കഴിഞ്ഞ 23-24 ദിവസങ്ങളിലായിട്ട് 25ഓളം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ സഹായത്തോടെ 8 സ്ട്രീറ്റ് ലൈറ്റുകൾ ബീച്ച് ഹോസ്പിറ്റലിന്റെ പരിസരത്ത് വൈഫൈ ക്യാമറയിൽ ഞങ്ങൾക്ക് സ്ഥാപിക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ജെൻസി കാറ്റഗറി, ഇന്നത്തെ പുതുതലമുറയായ ജെൻസി കാറ്റഗറിക്ക് അവർ പഠിക്കുന്ന വിദ്യാഭ്യാസം എന്തിനു വേണ്ടിയിട്ടാണെന്നും അതൊരു അവർക്കിടയിൽ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് കൊണ്ടുവരാനും അങ്ങനെ ഒരു സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ഒരു പ്രോജക്ട് ഏറ്റെടുത്ത് ചെയ്യാനും ശരിക്കും പറഞ്ഞ സംഘടനയാണ് വഴിയൊരുക്കിയത്. ഇതിന് സംഘടന സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളോടും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നെ ചെറിയൊരു സജഷൻ ഉള്ളത്, നമ്മുടെ പുതുതലമുറ വന്ന് ജോയിൻ ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ എന്തിനാ ഇവര് സംഘടനാ മെമ്പർഷിപ്പ് എടുപ്പിക്കുന്നത് എന്നൊരു തോന്നൽ വരുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് കോളേജിൽ പഠിച്ചു വരുന്നവരായിരിക്കും. ആ കഴിഞ്ഞ 10 വർഷമായിട്ട് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നടക്കുന്ന വികസനങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. ഇതിന്റെ പ്രീവിയസ് ഹിസ്റ്ററി അത്ര അവെയർ ആയിരിക്കില്ല. അപ്പം ഈ വരുന്ന ഗ്രൂപ്പ് ഓരോ യൂണിറ്റുകളിലോ തലത്തിലോ അല്ലെങ്കിൽ ഏരിയ തലത്തിൽ കുറച്ച് ചെറിയ ചെറിയ ക്ലസ്റ്റേഴ്സ് ആയിട്ട് അവർക്ക് എന്താണ് ഈ സംഘടന ഇതുവരെ ചെയ്തത് പല മേഖലയിൽ നിന്ന് ഒരു അവയർനെസ് കൊടുത്തതിന് ശേഷം മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ അവർക്കും ആ ഒരു ബോധം ഉണ്ടാവും. പിന്നെ ഇത്തരത്തിലൊരു പരിപാടി, അതായത് ഓണററി മെമ്പർമാരെയും കൂടെ കൂട്ടിയോജിപ്പിച്ച ഒരു പരിപാടി തന്നെ ആദ്യമായിട്ടാണ്. അത് ശരിക്കും പറഞ്ഞാൽ മുൻകാല പ്രവർത്തകരുടെ ആ ഒരു ഒന്നിച്ച് കാണുമ്പോഴുള്ള സന്തോഷം തന്നെ വ്യക്തമാവുന്നതാണ്. അപ്പൊ ഇത് ഇങ്ങനെയുള്ള ഇനിഷ്യേറ്റീവ്സ്, കാരണം ഇനി കേരളം ഫേസ് ചെയ്യാൻ പോകുന്ന മേജർ പ്രശ്നം എന്ന് പറയുന്നത് വീടുകളിലെ അച്ഛനമ്മമാർ മാത്രമാണ്. മക്കളെല്ലാം വിദേശ രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും ആയിരിക്കും. അപ്പൊ അതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ പല ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻസ് വെച്ച് എന്ത് ചെയ്യാമെന്നതിനെ കുറിച്ചും കൂടെ നമ്മൾ ചിന്തിച്ചു പോകണമെന്ന് പറഞ്ഞിട്ട് പറ്റും. ജീവാദികളൊക്കെ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ വജ്ര ജൂബിലി സമ്മേളനത്തോടനുബന്ധിച്ച് അതിനു മുന്നോടിയായി മുൻകാല പ്രവർത്തകരുടെ ഉത്തരമേഖല വജ്ര ജൂബിലി സംഗമത്തിൽ പങ്കെടുക്കുന്ന സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ നിന്ന് പങ്കെടുക്കുന്ന പ്രതിനിധി സഖാക്കൾ, സംഘടനയുടെ മുൻകാല പ്രവർത്തകർ, സംഘടനയെ അതിന്റെ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് കെട്ടിപ്പടുത്ത് അതിന്റെ നെടും തൂണായി പ്രവർത്തിച്ച് സംഘടനയെ ഇത്രയും വളർത്തിയ അതിന്റെ മുൻകാല പ്രവർത്തകർ, നിങ്ങൾക്ക് ഏവർക്കും ഊഷ്മളമായ അഭിവാദ്യങ്ങൾ. ഞാൻ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് സംഘടനാ പ്രവർത്തനത്തിലേക്ക് കടന്നു വരുന്നത്. 2023 ഫിഷറീസ് വകുപ്പിലേക്ക് എനിക്ക് ജോലി ലഭിക്കുന്നത്. അന്നത്തെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്ന ശ്രീ CP ഭാസ്കരൻ സാറാണ് സംഘടനയെ പറ്റിയുള്ള പ്രവർത്തനങ്ങളും അതിന്റെ പ്രവർത്തന മേഖലകളും പറഞ്ഞ് മനസ്സിലാക്കി തന്ന സംഘടനയിലേക്ക് ഞാൻ മെമ്പർഷിപ്പ് എടുക്കുന്നത്. ഇവിടെ മുൻപ് നിങ്ങൾ ഓരോരുത്തരും സൂചിപ്പിച്ചതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ വാക്കുകളും അനുഭവങ്ങളും ഇവിടെ ഇരുന്ന എല്ലാ സഖാക്കൾക്കും പ്രചോദനമായിട്ടുണ്ട് എന്നത് തീർച്ച തന്നെയാണ്. നമ്മുടെ ഓരോരോ സേവന മേഖലകളിലും പ്രവർത്തന മേഖലകളിലും സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഓരോ ഘടകങ്ങളിലും ദിശാബോധത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള ഒരു ഊർജം നിങ്ങൾ ഓരോരുത്തരുടെയും വാക്കുകളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട് എന്നത് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. സംഘടനയുടെ ഒരു ചരിത്രപരമായ തീരുമാനം തന്നെയായിരുന്നു ലൈഫ് ലോങ് ഓണററി മെമ്പർഷിപ്പ്. അതിന് സംഘടനയെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. നവമാധ്യമങ്ങളിലൂടെയുള്ള സംഘടനയുടെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഫേസ്ബുക്ക് ഷോർട്ടുകൾ, വീഡിയോകൾ, ഇൻസ്റ്റാഗ്രാം റീലുകൾ, വാട്സപ്പ് മീഡിയ, അതുവഴിയുള്ള സംഘടനയുടെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്ന് ഇവിടുത്തെ ഈ ചരിത്ര സംഗമത്തെ പോലും അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ സംഘടന പുറത്തിറക്കിയ ഒരു വീഡിയോ ഏറെ അധികം ആസ്വദിച്ചാണ് ഞങ്ങൾ ഓരോരുത്തരും അതിനെ വരവേറ്റിട്ടുള്ളത്. നമ്മുടെ ഉദ്ഘാടകൻ പ്രസംഗം സൂചിപ്പിച്ചതുപോലെ അറ്റ് ദ ലാസ്റ്റ് ഓഫ് us, നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും അവസാനത്തെ ആളിലും നമ്മുടെ ഉന്നതമായ സേവനം ലഭ്യമാക്കുക എന്നുള്ളത് തന്നെയാണ് നാം ഓരോരുത്തരുടെയും കർത്തവ്യം എന്നത് നാം മനസ്സിലാക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും പകർന്നു തന്ന അറിവിനും അനുഭവത്തിനും നിങ്ങളോട് ഓരോരുത്തരോടും നന്ദി പറഞ്ഞുകൊണ്ട്, നിങ്ങൾ വിളിച്ച ഇൻകുലാബ് ഇനിയും ഉച്ചത്തിൽ വിളിക്കുമെന്നും നിങ്ങൾ ഏതൊരു പ്രതിസന്ധിയിലും പാറിച്ച KGOയുടെ സുപ്രപതാക ഏത് പ്രതിസന്ധിയിലും ഇനിയും ഉയരത്തിൽ പാറിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസരിക്കുന്നു. നന്ദി. ക്രോഡീകരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ജനറൽ സെക്രട്ടറി അംഷാണ്.
സംഘടന വജ്രജൂബിലി സമ്മേളനത്തിന്റെ ഭാഗമായി എന്താണ് ഉദ്ദേശിച്ചത് ആ തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഈ 1980കളിലും 90കളിലും സസ്പെൻഷൻ അല്ല ഭയപ്പെട്ടിരുന്നത്. ആ കാലഘട്ടത്തിൽ ജീവനക്കാർ ഭയപ്പെട്ടിരുന്നത് ട്രാൻസ്ഫർ ആണ് എന്നുള്ളത് ഇന്നത്തെ സമൂഹത്തിലെ എത്ര പേർക്ക് അറിയാമെന്നുള്ള ചോദ്യമാണ് ഇന്ന് ഒരു പ്രതികരണത്തിന്റെ ഭാഗമായി ചോദിക്കുന്നത്. ഈ മാറ്റമാണ് പഴയ തലമുറയിൽ നിന്നും പഴയ തലമുറയിലുള്ള സഖാക്കളുടെ ആ കാലഘട്ടത്തിലുള്ള പ്രവർത്തനം പുതിയ തലമുറയിൽ എങ്ങനെയാണ് കാണേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു മാറ്റവും ചോദ്യവുമാണ് ഇപ്പൊ ഇന്ന് നമുക്ക് പ്രധാനമായും പുതിയ തലമുറ ആവേശത്തോടു കൂടി കാണുന്നത്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ 1980കളിലെ കർഷക തൊഴിലാളി പെൻഷൻ അനുവദിച്ചതായിരുന്നാലും അതിനുശേഷം ഉണ്ടായിട്ടുള്ള വളർച്ചയുടെ കാലഘട്ടം ഓരോ കാലഘട്ടവും പ്രതിപാദനം ചെയ്തുകൊണ്ടുള്ള ഓർമ്മപ്പെടുത്തലുകളായിരുന്നു. 81 മാനന്തവാടി ഒരു ഓഫീസില് ചെരുപ്പ് ധരിച്ചുകൊണ്ട് കടന്നു വന്നിട്ടുള്ള കീഴ് ജീവനക്കാരനെ സ്ഥലം മാറ്റിയ അനുഭവം ഏത് തരത്തിലാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് വരുമ്പോഴാണ് ഉദ്ഘാടകൻ ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ ജാതി രാഷ്ട്രീയവും അതുപോലെ തന്നെ ഉദ്യോഗ രാഷ്ട്രീയവും നിൽക്കുന്നത് ഏത് തരത്തിലാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു ബോധം വ്യത്യസ്തം ആ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് അതിന് നമുക്ക് പോരാട്ടത്തിലൂടെ നമുക്ക് വളർന്നു വന്ന മാറ്റപ്പെട്ടു വന്ന ഈ കാലഘട്ടത്തിന്റെ ചരിത്രം നമുക്ക് ചുരുക്കിയ സമയം കൊണ്ട് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ ബോധ്യപ്പെടലാണ് ഈ വജ്രജൂബിലി സംഗമത്തിന്റെ ഭാഗമായി ഈ സംഘടന ഉദ്ദേശിച്ചത്. രണ്ടാമത് അതുപോലെ തന്നെ ഓണററി അംഗത്വം എന്നുള്ള നിലയിലേക്ക് മരിക്കുവോളം ഈ സംഘടനയുടെ ഭാഗമായി മാറുന്നത് അഭിമാനമാണ് എന്നുള്ളത് പ്രതികരണത്തിന്റെ ഭാഗമായി സൂചിപ്പിച്ചുവെങ്കിൽ അത് നമുക്ക് നെഞ്ചേറ്റാൻ സാധിക്കുമെങ്കിൽ അത് അവർ വിളിക്കുന്ന മുദ്രാവാക്യം നമുക്ക് ഏറ്റുവിളിക്കുന്നു. അത് വളരെ വർദ്ധിത വീര്യത്തോടുകൂടി നമുക്ക് മുന്നേറാൻ നൽകുന്നതിന് വേണ്ടിയുള്ള പ്രചോദനമായി മാറുമെങ്കിൽ അത് തന്നെയാണ് സംഗമത്തിന്റെ പ്രധാനമായിട്ടുള്ള രത്നചുരുക്കം എന്നുള്ള നിലയ്ക്ക്. 1986 കണ്ണൂർ സമ്മേളനം നടന്ന വേദിയെ സംബന്ധിച്ചും അതിന്റെ അലങ്കാരത്തെ സംബന്ധിച്ചും അതിന്റെ പ്രചരണത്തെ സംബന്ധിച്ചും ഒക്കെ തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഒരു തൂണില് കേവലം ഒരു തൂണില് ഒരു പോസ്റ്റർ പതിപ്പിക്കുന്നതിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ടും അത്തരത്തിലുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പോസ്റ്ററുകളും പ്രചരണം നടത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണം നടത്തിക്കൊണ്ട് ആ വേദിയെ വ്യക്തമായിട്ട് അലങ്കരിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള പ്രചരണ വേദിയാക്കി മാറ്റുന്ന കാലഘട്ടത്തിലേക്കുള്ള ഒരു മാറ്റം പ്രയാണം അത് ഇവിടെ അവതരിപ്പിച്ചത് അത് ഓർമ്മപ്പെടുത്തലിന്റെ ഭാഗമായിട്ടാണ്. 2004 കാസർഗോഡ് സമ്മേളനം, ആ കാസർഗോഡ് സമ്മേളനത്തിൽ നിന്നും അത് 2018 ആയപ്പോഴേക്കും വീണ്ടും കാസർഗോഡ് സമ്മേളനത്തിൽ വന്നിട്ടുള്ള മാറ്റം, ആ മാറ്റം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു സംഘടനയുടെ വളർച്ചയുടെ ഓർമ്മപ്പെടുത്തൽ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 2020 സമ്മേളനത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. 2020 സമ്മേളനത്തിലെ ഒട്ടനവധി മുന്നൊരുക്ക പ്രവർത്തനം നടത്തി. വൈത്തിരി താലൂക്കിൽ നെൽകൃഷിയും മാനന്തവാടി താലൂക്കിൽ പച്ചക്കറി കൃഷിയും അതുപോലെ തന്നെ സുൽത്താൻ ബത്തേരി താലൂക്കില് മത്സ്യകൃഷിയും അതിന്റെ വിളവിറക്കുകയും അതിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോയിരുന്ന സാഹചര്യത്തിൽ 2020 മാർച്ച് മാസം 23-ാം തീയതി ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടായിട്ടുള്ള വിളവെടുത്ത ഉൽപ്പന്നങ്ങൾ ഈ സാമൂഹ്യ അടുക്കളയിൽ നൽകിക്കൊണ്ട് മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനം അവിടെ ഉപേക്ഷിക്കുകയല്ല ചെയ്തത്. അത് സാമൂഹ്യ അടുക്കളയിൽ നൽകുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് മാറുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാർ തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഒട്ടനവധി അനുഭവങ്ങൾ. അവിടെ ഭാവി കേരളം അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താണ് എന്നുള്ളത് പുതിയ തലമുറ തന്നെ ആശങ്കപ്പെടുമ്പോൾ ആ ആശങ്ക തന്നെ നമ്മുടെ മുന്നിലേക്ക് വരികയുണ്ടായി. ആ ആശങ്കയുടെ ഭാഗമായിട്ടാണ് ഈ വയോജന മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സർവേ നടത്തിക്കൊണ്ട് നമ്മുടെ ഗസറ്റഡ് മേഖലയിലെ ജീവനക്കാരുടെ മേഖലയിൽ നിന്നും വിരമിച്ച ഓണററി അംഗങ്ങളുടെ മേഖലയിൽ സർവേ നടത്തിക്കൊണ്ട് അവർ നേരിടുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്, പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അത് അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടി ഏതൊക്കെ തരത്തിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റുമെന്നുള്ള ഒരു വയോജന സർവേ പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ക്രമീകരണം നടത്തുകയും അത് അടുത്ത ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലായി അത്തരത്തിലുള്ള ഒരു പഠന പ്രവർത്തനങ്ങളിലേക്ക് പോവുകയും അത് തുടർ പ്രവർത്തനത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനവും ഒക്കെ തന്നെ ഇതിന്റെ ഭാഗമായി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഭാഗമായി സൂചിപ്പിക്കാനുള്ളത്. സംസ്ഥാന സമ്മേളനം അംഗീകരിച്ച പരിപാടി പ്രമേയത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതോടൊപ്പം തന്നെ
വജ്രജൂബിലി സമ്മേളനം കൃത്യമായിട്ടും കഴിഞ്ഞ 59 വർഷത്തിന്റെ പ്രവർത്തന പാരമ്പര്യവും പ്രവർത്തന ദിശയും സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒട്ടനവധി സെമിനാറുകളും സെമിനാറുകൾ ഉൾപ്പെടെയുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റ കാര്യം മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു 3 ദിവസങ്ങൾക്ക് മുമ്പ് FSCGയുടെ ആഭിമുഖ്യത്തില് സംസ്ഥാനത്താകെ തന്നെ ഒരു പ്രതിഷേധ പ്രകടനം നടത്തി. ആ പ്രതിഷേധ പ്രകടനം എന്ന് പറയുന്നത് പ്രതിഷേധ കൂട്ടായ്മ എന്ന് പറയുന്നത് ISROയിലെ ജീവനക്കാർക്ക് സംഘടനാ സ്വാതന്ത്ര്യം അട്ടിമറിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനം നടത്തിയതിന്റെ ഉത്തരവിൽ വന്നതിനെതിരെയുള്ള പ്രതിഷേധമായിരുന്നു. ജോയിന്റ് കൺസൾട്ടേറ്റീവ് മിഷനറി എന്ന് പറയുന്ന JCM സംവിധാനം വേണ്ട എന്ന് വെക്കുന്ന തരത്തിലേക്ക് വരുമ്പോൾ ആ സംവിധാനം വേണ്ട എന്ന ഒരു നിലപാട് ISROയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് 1993 സിവിൽ സർവീസ് സെൻട്രൽ സിവിൽ സർവീസ് റൂൾസ് ISROയിൽ നടപ്പിലാക്കേണ്ടതില്ല എന്നുള്ള തീരുമാനമെടുത്തു. ഞാൻ ആ തീരുമാനം എന്ന് പറയുന്നത് ഇന്നലകളിൽ തപാൽ മേഖലയിൽ എടുത്തിട്ടുള്ള തീരുമാനം പോലെ, അതിന് തൊട്ട് മുമ്പ് പ്രതിരോധ മന്ത്രാലയത്തിൽ എടുത്തിട്ടുള്ള തീരുമാനം പോലെ, കഴിഞ്ഞ NEC മീറ്റിംഗിൽ പറഞ്ഞതുപോലെ രാജ്യത്താകെ തന്നെയുള്ള സിവിൽ സർവീസിന് പരിമിതപ്പെടുത്തുന്ന തരത്തിലേക്കും കരാർവൽക്കരണം നടത്തുന്ന തരത്തിലേക്കുമുള്ള തീരുമാനം വരുമ്പോൾ ഇവിടെ കേരളം കൃത്യമായിട്ടുള്ള ബദൽ ഉയർത്തി മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിൽ പോലും ആ ബദൽ സംരക്ഷിക്കപ്പെട്ടില്ല എങ്കിൽ ഇന്ന് ISROയിൽ നടത്തിയിട്ടുള്ള പ്രകടനം അല്ലെങ്കിൽ പ്രതിഷേധ പ്രകടനം ഇത് നാളുകളിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിലേക്ക് വരുമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ വന്നിട്ടുള്ള ഉദ്ഘാടക പ്രാസംഗികന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ കൂടിയായിട്ട് നാം കാണേണ്ടത്. അപ്പോ ഇത്തരത്തിലുള്ള ഈ ദിശാബോധത്തോടെയുള്ള അടുത്ത ഒരു തലമുറയെ തന്നെ കണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനം കേരള സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ ദേശീയ തലത്തിൽ അതിനെയൊക്കെ തന്നെ അട്ടിമറിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനം നടത്തുമ്പോൾ അതിനെതിരെ അതിശക്തമായ തരത്തിലുള്ള ഒരു പ്രതിഷേധം, അതിശക്തമായിട്ടുള്ള കൂട്ടായ്മകൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് സംഘടനാ പ്രവർത്തനം കൂടുതൽ താഴെത്തട്ടിലേക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്നും ഈ വജ്രജൂബിലി സമ്മേളനം മഹത്തായ ഒരു സമ്മേളനമാക്കി മാറ്റാമെന്നും മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വൈകവേളയിൽ മറ്റു കാര്യങ്ങളിലേക്ക് പോകാതെ ഈ കാര്യം ക്രോഡീകരിച്ചതായി അറിയിച്ചുകൊണ്ട് നടത്തുന്ന വിപ്ലവ അഭിവാദനങ്ങൾ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് PP സുധാകരൻ. വിഭിന്നമായിട്ടുള്ള ഭക്ഷണം താഴെ തയ്യാറായിട്ടുണ്ട് എന്നതാണ് നൽകുന്നതായി അറിയിക്കാനുണ്ട്. തീർച്ചയായും ത്യാഗത്തിന്റെ വർത്തമാനകാലവും സുരേഷൊക്കെ സൂചിപ്പിച്ചതുപോലെ ശാന്തസുന്ദര വർത്തമാനകാലവും ത്യാഗത്തിന്റെ ഭൂതകാലവും യോജിക്കുന്ന ഒരു ഉത്തരമേഖല സംഗമമാണ് ഇവിടെ നടന്നത്. ശാന്തസുന്ദര വർത്തമാനകാലമാണ് കഴിഞ്ഞ 10 വർഷത്തെ സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവിടെ കൂടിയിരിക്കുന്ന 22 ഏരിയ സെക്രട്ടറിമാരും 4 ജില്ലാ സെക്രട്ടറിമാരും 4 വനിതാ കമ്മിറ്റി കൺവീനർമാരും ചിലപ്പോൾ തോക്കെടുക്കാനുള്ള സാധ്യതയുണ്ട്. 4 സാംസ്കാരിക കമ്മിറ്റി കൺവീനർമാർ, അത് കമ്പനി ആയാലും സർഗമായാലും ഗോളായി കഴിഞ്ഞാലും അതേപോലെ തന്നെ തേജസ്വിനി ആയി കഴിഞ്ഞാലും അവർക്ക് സംസ്കാരം കൂടുതലുള്ളത് കൊണ്ട് തോക്കെടുക്കുന്നതിനെ കുറിച്ച് ചിലപ്പോൾ ആലോചിക്കാനുള്ള സാധ്യതയുമുണ്ട്. യഥാർത്ഥത്തിൽ ലിഖിത ചരിത്രത്തിൽ എഴുതിയിട്ടുള്ള 50 വർഷത്തെ ചരിത്രവും കഴിഞ്ഞ 10 വർഷത്തെ പോരാട്ടത്തിന്റെ ചരിത്രവും വളരെ വ്യത്യസ്തമായ തലങ്ങളിലൂടെ നാം കണ്ടുപോകേണ്ടതുണ്ട്. ബിന്ദിമ സൂചിപ്പിച്ചതുപോലെ യഥാർത്ഥത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം നടന്നിട്ടുള്ള ഒരു പോരാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോരാട്ടം നാളിതുവരെ നമ്മുടെ കേരളം കാണാത്ത ഒരു പോരാട്ടമാണ്. നാം ഇതുവരെ കേട്ടിട്ടുള്ള ലോകോത്തരം 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 എന്ന് പറയുന്ന വാക്ക് ഇന്ത്യക്കപ്പുറമുള്ള ഏത് ലോകത്തും ഒരു മഹത്തായ സംഭാവന നൽകിക്കഴിഞ്ഞാൽ അത് ലോകോത്തരമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നാണ് പറയുക. ആ ലോകോത്തരമായിട്ടുള്ള ഓരോ കാര്യത്തിനെയും കേരളോത്തരം എന്നുള്ള വാക്കാക്കി മാറ്റുന്ന വലിയ പോരാട്ടമാണ് ഇവിടെ കഴിഞ്ഞ 10 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പോരാട്ടത്തിന്റെ മുന്നിൽ നിൽക്കുന്നതാകട്ടെ കേരളത്തിലത്തെ സിവിൽ സർവീസുമാണ്. ആ സിവിൽ സർവീസിൽ ആ പോരാട്ടത്തിന്റെ ജീവാത്മാവും പരമാത്മാവും മാറ്റിക്കുറക്കിയിട്ടുള്ള FSCTO സംഘടനകൾ പ്രധാനിയായിട്ടുള്ള കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ കഴിഞ്ഞ 10 വർഷവും അതിശക്തമായിട്ടുള്ള പോരാട്ടത്തിന്റെ കാലഘട്ടം തന്നെയാണ്. ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തിലും ഈ പോരാട്ടം തുടരേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ചരിത്ര സംഗമത്തിന്റെ ഭാഗമായി
ഈ പോരാട്ടം തുടരുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരോടും സംഘടനയുടെയും ഈ സംഘാടക സമിതിയുടെയും നിശ്ചയമായ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. സാറിലെ കോവിഡ് പ്രതിരോധ കാലത്തും പ്രളയ പ്രതിരോധ കാലത്തും അടക്കം സംഘടന മുൻപന്തിയിൽ നിന്നുകൊണ്ട് തന്നെ സമൂഹത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയുണ്ടായി. ഉദ്ഘാടന പ്രസംഗം സൂചിപ്പിച്ചതുപോലെ നവഫാസിസ്റ്റ് പ്രവണതകൾ പടർന്നു പിടിക്കുന്നതിനെതിരെയുള്ള ശക്തമായ പ്രതിരോധം നിലവിലുള്ള അംഗങ്ങളും ഓണറി അംഗങ്ങളും അടക്കമുള്ള സംഘടനാ അംഗങ്ങൾ ആകെ ചേർന്നുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ ഏറ്റെടുക്കാമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് വികസിത സ്ത്രീപക്ഷ നവകേരളം അത് ഇന്ന് ഉള്ളത് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ നാളെ തുടരുമെന്ന് ഉറപ്പാക്കാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ദക്ഷിണ മേഖല നേതൃജീവി സംഗമം അവസാനിച്ചതായി ഉത്തരമേഖല നേതൃജീവി സംഗമം അവസാനിച്ചതായി അറിയിക്കുന്നു. Yeah,